ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്കാണ്, അതിന്റെ തുടർ നടപടികളിലേക്കാണ്, എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നതിലേക്കാണ്. ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രാഥമിക അന്വേഷണം അതിവേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി 3 അധ്യാപകരെ അടക്കം 7 പേരുടെ മൊഴിയെടുത്തു. പ്രത്യേക അന്വേഷണ സംഘം ഇന്നിപ്പോ യോഗവും ചേരുന്നുണ്ട്. ലിനറ്റ് വർഗീസ് ഉണ്ട് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം. ലിനറ്റ്, ഈ നേരത്തെ റിട്ടയറായ അധ്യാപകരുടെ പങ്കുകളടക്കം സംശയത്തിൽ വന്നിരുന്നതാണ്. ഇപ്പോൾ ഈ അന്വേഷണം എയ്ഡഡ് സ്കൂൾ അധ്യാപകരിലേക്കും നീങ്ങുകയാണോ? ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് എങ്ങനെയാണ്? സേതുലക്ഷ്മി, ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ച വിവാദം ആയതിനു ശേഷം ഇന്നലെയും ഒരു 10ാം ക്ലാസ് കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിരുന്നു എന്ന വിവരവുമായി ആരോപണവുമായി KSU പ്രവർത്തകരൊക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു. അതോടനുബന്ധിച്ച് ഈ ഒരു ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. 4 പേർ അടങ്ങുന്ന സംഘമാണ് ഈ ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. ഇതോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഈ ഒരു കോഴിക്കോട് DEOന്റെ മൊഴിയെടുത്തിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഇന്നലെ വൈകുന്നേരം 7 പേരുടെ മൊഴിയെടുത്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് കൊടുവള്ളി ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തി. അതിൽ ആ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകൻ അടക്കമുള്ള 4 പേരുടെയാണ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ DEO, AEO എന്നിവരുടെ മൊഴിയും എടുത്തിട്ടുണ്ട്. അതോടൊപ്പം BRC കോർഡിനേറ്റർ മഹർ അലിയുടെ മൊഴി എടുത്തു. ഈ ഒരു BRC കോർഡിനേറ്ററുടെ മൊഴി അതീവ എന്താ പറയുക, ആ ഒരു വിഷയത്തിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പുറത്തു പറയുന്നത്. ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലും അതോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് എടുത്ത വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പ്രത്യേക യോഗം കൂടുന്നത്. ഈ ഒരു യോഗത്തിന് ശേഷമായിരിക്കും മറ്റ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടപടികളിലേക്കൊക്കെ കടക്കുക. ഇതുവരെ FIR രേഖപ്പെടുത്തിയിട്ടില്ല എന്നൊരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധേയമായിട്ടുണ്ട്. ഇതുവരെ പ്രാഥമിക അന്വേഷണം എന്ന നിലയിൽ തന്നെയാണ് ഈ ഒരു കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും, പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും ഇതിന് FIR. MS സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഏതുവരെ എത്തി? അവിടെ മൊഴിയെടുപ്പ് നടന്നോ? ഈ MS സൊല്യൂഷൻസ് അല്ലാതെ ഇത്തരത്തിൽ യൂട്യൂബ് ചാനലുകൾ, ഈ തരത്തിൽ ചോദ്യപേപ്പറുകൾ പ്രചരിപ്പിക്കുന്ന യൂട്യൂബ് ചാനലുകളെ പലതിനെയും ഈ അന്വേഷണ സംഘം നേരത്തെ നോട്ടമിട്ടിരുന്നതാണ്. അവരിലേക്കുള്ള അന്വേഷണം ഏതുവരെ എത്തി? സേതുലക്ഷ്മി, ഇതിനകത്ത് കൃത്യമായി പറയുകയാണെങ്കിൽ MS സൊല്യൂഷൻസ് മാത്രമല്ല എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അന്വേഷണ സംഘം അതുകൂടി കൃത്യമായി പഠിച്ച അന്വേഷണം പുരോഗമിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ MS സൊല്യൂഷൻ മാത്രമല്ല, മറ്റ് യൂട്യൂബ് ചാനലുകളും ഈ ഒരു ചോദ്യപേപ്പർ ചോരുന്നതിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ സംബന്ധിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ KSU പ്രവർത്തകരും അതോടൊപ്പം തന്നെ MS സൊല്യൂഷനിലുള്ള ഈ ഒരു CEOയും അടക്കം പലരും മറ്റ് ചാനലുകൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും ആരോപണങ്ങളും ഒക്കെയായി മുന്നോട്ട് വന്നിരുന്നു. കാരണം MS സൊല്യൂഷൻസ് പ്രവചനം മാത്രമാണ് നടത്തിയത്. മറ്റു ചിലർ പൂർണ്ണമായ ചോദ്യോത്തരങ്ങൾ വിശദീകരിക്കുന്ന യൂട്യൂബ് വീഡിയോകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആരോപണവുമായിട്ട് ഈ ഒരു MS സൊല്യൂഷനിലെ ടീച്ചർമാരും അതോടൊപ്പം തന്നെ അതിൻ്റെ CEOയും ഒക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു. ഇതൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടുള്ള അന്വേഷണം തന്നെയാണ് ക്രൈംബ്രാഞ്ച് SPയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അന്വേഷണവും കൃത്യമായി ഇതിൽ പുരോഗമിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവുമെന്നും നടപടിയെടുക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും കൃത്യമായി പറയുന്നുണ്ട്. സേതുലക്ഷ്മി, ശരി, വ്യക്തമാണ്. പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നു. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നു. ഒപ്പം തന്നെ ഇന്ന് അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗവും ചേരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ലിനറ്റ് വർഗീസ് കോഴിക്കോട് നിന്ന്.